ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു ക്ഷമാപണം നടത്തുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലത്തെ പ്രീ മാർക്കറ്റ് ഞാൻ ചെയ്തപ്പോൾ അതിനകത്തിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയി എന്നുള്ളതല്ല, ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വിക്സിൻ്റെ പ്രശ്നം ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഓൺലി ചാർട്ട് മാത്രം ശ്രദ്ധിച്ചു. കാരണം ഇന്നലെ ഞാൻ അധികമായിട്ട് ട്രേഡ് ചെയ്തില്ല. എനിക്ക് ട്രേഡിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറെ കുറച്ച് പല കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ഫ്ലാറ്റ് പെട്ടെന്ന് മാറിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പം ഞാൻ അതിൻ്റെ പുറകെ ഓടി നടക്കുവാണ്. ഒരു വീട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കൊടി പിടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബഹളം വെക്കാൻ ചെയ്യാം. ഇവിടെ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇറങ്ങിപ്പോകാനേ പറ്റത്തുള്ളൂ. വേറെ കൂടുതൽ ചോദ്യം പറച്ചിലൊന്നുമില്ല. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഒരു വീട് കണ്ടുപിടിക്കണം. അതിൻ്റെ അവസ്ഥ. പിന്നെ ഈ സാധനങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഷിഫ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നാണ് പറയുന്നത്, ചില്ലറ കാര്യമല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പറയാൻ ഭയങ്കര തിരക്കിലായതുകൊണ്ട് ശരിക്കും ഞാൻ ആ വിക്സിൻ്റെ കാര്യം ശ്രദ്ധിച്ചില്ല. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇതുപോലെ മോളിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ല. കാരണം വിക്സും അതുപോലെ തന്നെ താഴോട്ട് വന്നുകൊണ്ട് നമുക്ക് ഒത്തിരി ഒരു 50 പോയിൻറ്റ് കിട്ടേണ്ടത് ഒരു 10 പോയിൻറ്റ് പോലും നമുക്ക് കിട്ടിയില്ല. അത് മാത്രമല്ല, പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോവുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനത് വിക്സിൻ്റെ കാര്യം ശ്രദ്ധിക്കാതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ്. അതിനുശേഷം ആ മെസ്സേജുകളൊക്കെ വന്ന ശേഷം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അതിനൊരു എക്സ്പ്ലനേഷനും വിത്ത് ആ ചാർട്ടും കൂടി ഞാൻ എക്സ്പ്ലനേഷൻ ഇട്ടിരുന്നു. അപ്പോൾ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അത് കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അല്ലാത്തവർ നിങ്ങൾ സദയം ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ രാവിലെ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇന്നൊരു കൺസോളിഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. ഇതിനകത്തിൽ 25,000-നും 24,882-നും ഇടയ്ക്ക് മാർക്കറ്റ് ഓസിലേറ്റ് ചെയ്യാനാണ് സാധ്യത. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കാനാണ് സാധ്യത എന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായി എൻട്രി പോയിന്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇന്നും ഇതേ അവസ്ഥ തന്നെ വന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇന്നും അതേ അവസ്ഥ തന്നെയാണ് മാർക്കറ്റിൽ ഇന്നുണ്ടായത്. നമുക്ക് ആ വിക്സിൻ്റെ ചാർട്ട് ഒന്ന് നോക്കാം. വിക്സിൻ്റെ ചാർട്ട് ഇതാ നോക്ക്. ഇതാ വിക്സിൻ്റെ ചാർട്ട്, ഈ കാണുന്നത്. ഇത് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട്. ഇന്നത്തെ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇല്ലേ? ഇത് നോക്കേ, മാർക്കറ്റ് നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഇന്ന് രാവിലെ ശരിക്കും നിങ്ങളെ പറ്റിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ഫ്ലാറ്റ് ഓപ്പണിങ് ഒരു 13-14 പോയിൻറ്റിൻ്റെ ഓപ്പണിങ് തന്നതിന് ശേഷം മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പണായി. ഇങ്ങനെ ഒരു സിനാരി വന്നതിൻ്റെ കാര്യം വെച്ചാൽ, ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. അപ്പോൾ സെൻസെക്സിൻ്റെ എക്സ്പയറി ആകുമ്പം എത്രയും പെട്ടെന്ന് പ്രീമിയം ഉരുക്കി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ചാട്ട ഇങ്ങോട്ട് ചാടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രീമിയം പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. ഒരു 50 പോയിൻറ്റ് ഒറ്റയടിക്ക് ഒരു ജമ്പ് ഇവിടെ നടത്തിയതിന് ശേഷമാണ് മാർക്കറ്റ് ചുമ്മാ 2 പ്രാവശ്യം അങ്ങോട്ട് ഇവിടുന്ന് ഓടിക്കളിച്ചു. അപ്പോൾ തന്നെ കുറച്ച് പ്രീമിയം അങ്ങ് ഉരുകി തീരും. മനസ്സിലായില്ലേ? അപ്പം അതിന് ശേഷം മാർക്കറ്റ് നേരെ താഴോട്ട് വന്ന് നമ്മൾ വരച്ച 24,882-ന് വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു ഇല്ലേ? സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് അവിടുന്ന് ഒരു റാലി 25,000 വരെ നമുക്കൊരു റാലി തന്നു. ഈ 25,000 വരെ റാലി തന്നപ്പോൾ ഇവിടെ നോക്കിക്കേ, മാർക്കറ്റ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് ചെറിയൊരു അപ്രീസിയേഷൻ കിട്ടി ഇല്ലേ? ഇവിടുന്ന് നോക്കിക്കേ, ഇതേത് സമയം ഏകദേശം നമുക്ക് എണ്ണി നോക്കി കഴിഞ്ഞാൽ 5, 10, 15, 20, 25, 30, 35, 40, ഏകദേശം മുക്കാൽ മണിക്കൂർ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, 5, 10, 15, 20, 25, 30, 35, 40, 45 ഏകദേശം ഈ ഏരിയ എത്തി ഇല്ലേ? ഇവിടെ വന്നപ്പം ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? മാർക്കറ്റ് ഇവിടെ വന്നപ്പം വിക്സ് ഈ ഏരിയയിലെത്തി, സമ്മതിച്ചല്ലോ. അതിനുശേഷം ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ട് എന്ത് ചെയ്തു? ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ട് കയറാൻ തുടങ്ങി. ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ട് ഏകദേശം 882 25,000 വരെ പോയപ്പോൾ ഏകദേശം ഒരു 120 പോയിൻറ്റിൻ്റെ റാലി, 120 പോയിൻറ്റ് നോൺ സ്റ്റോപ്പ് റാലി ഇവിടുന്ന് 120 പോയിൻറ്റ് റാലി തന്നു. ഈ 120 പോയിൻറ്റ് റാലി തന്നപ്പോൾ അതുപോലെ തന്നെ വിക്സ് നേരെ കീപ്പോട്ട് പോരുന്നു. കണ്ടോ? ഈ നോൺ സ്റ്റോപ്പ് റാലി ഇങ്ങോട്ട് തന്നപ്പം ഇവൻ വിക്സ് നേരെ താഴോട്ട് പോരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? 5 കാശിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായി കാണത്തില്ല. കിട്ടിയാലും വളരെ ചെറിയ നോമിനലായിട്ടുള്ള ഒരു ഹൈക്ക് മാത്രം നിങ്ങൾക്ക് കിട്ടിക്കാണാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇന്നലെ സംഭവിച്ച അതേ സിനാരി തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് 2-3 മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, വിക്സിന് അങ്ങനെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് മാറി നിൽക്കുക, നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. ഓക്കെ, ട്രേഡ് ചെയ്യരുത്. എന്തിനാ വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ പോകുന്നതിനാ? അതിൻ്റെ ഒരു ആവശ്യമില്ല. നാളെ ഇവിടെ ട്രേഡ് ചെയ്യാൻ അവസരം ഉണ്ടല്ലോ. നാളെ മാർക്കറ്റ് ഇവിടെ തന്നെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങൾ വിചാരിച്ച ദിശയിലേക്ക് മാർക്കറ്റ് പോകുന്നെങ്കിലും
നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക, എന്നിട്ട് വീക്ഷിക്കുക എന്തൊക്കെയാണ് ആ മാർക്കറ്റിൽ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിക്കണ്ട് പഠിക്കുക. അങ്ങനെയാണ് ഞാൻ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചത്, അവർക്കൊക്കെ ഞാൻ ഉപദേശം കൊടുത്തത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, അതാണ് അവിടെ ചെയ്യാനുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും നമുക്കവിടെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. നമ്മുടെ വഴിക്ക് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ വിക്സ് നമുക്ക് അനുകൂലമല്ലെന്നുണ്ടെങ്കിൽ നേരെ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം വെരി ക്ലിയർ ആയല്ലോ കാര്യങ്ങൾ. അപ്പം ഇതാണ് ഇന്നത്തെ ഇതേ സിനാരിയാണ് ഇന്നലത്തെ സിനാരി ഇത് തന്നെയാണ്. ഇവിടെ നോക്കുക, ഇന്നലെ സിനാരി ഇത് ഇതേ സെയിം സംഭവം തന്നെയാണ്. മാർക്കറ്റ് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാ നോക്കുക, ഇന്നലെ ഇവിടെ ഇതുപോലെ തന്നെയാണ്. ഓക്കെ, ഇവിടുന്ന് നിങ്ങൾക്ക് പിയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി ഇല്ലേ 18-ാം തീയതി. ഇവിടെ നിങ്ങൾക്ക് ഒരു പിയുടെ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. ഇന്നലെ ഇവിടുന്ന് ഒരു പിയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടി, നേരെ താഴോട്ട് നല്ലൊരു ഒരു ഫോള് കിട്ടി. അതേ ഫോള് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് അല്ലേ. ഇവിടെ സോറി ഇത് നിഫ്റ്റി ഇവിടെ നല്ലൊരു 18-ാം തീയതി നല്ലൊരു ഫോള് നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് കിട്ടി. പക്ഷേങ്കിൽ ഇവിടെ എന്ത് പറ്റി, അതുപോലെ തന്നെ വിക്സും നേരെ താഴോട്ട് വന്നു. അപ്പോൾ ഇന്നലെ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇന്നലത്തെ അതേ സെയിം സിനാരിയാണ് ഇന്ന് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലിയർ ആയെന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് ഇനിയും വരാം. അപ്പോൾ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കിക്കേ, ഒന്നും പറയാനൊന്നും, ഞാൻ ഓൾറെഡി രാവിലെ പറഞ്ഞു ഇല്ലേ, മാർക്കറ്റ് ഇതിനകത്ത് ഓസിലേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ, കൺസോളിഡേറ്റ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ താഴെ വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് 18-ാം തീയതി അല്ലേ, ഇന്നത്തെ നോക്കാം 19-ാം തീയതി മാർക്കറ്റ് ഇവിടെ താഴെ വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് മേലോട്ട് പോകുന്ന എല്ലാം ക്ലിയർ ആയിട്ട് രാവിലത്തെ ഓഡിയോയ്ക്ക് അത് ഞാൻ പറഞ്ഞായിരുന്നു ഇല്ലേ. അതുപോലെ തന്നെ മാർക്കറ്റ് നേരെ പോയി ടെസ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നു. അതിനുശേഷം വീണ്ടും മുകളിലോട്ട് പോയി 25,000 മാർക്കറ്റ് ക്ലോസ് 980 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കും? നാളെ നിർണായകം ഞാൻ പറഞ്ഞു, ഇന്നത്തെ ദിവസം കൂടെ മാർക്കറ്റ് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ എന്താണ് മാർക്കറ്റിൻ്റെ ഗതി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്ക് അതിൽ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇന്നൊരു ദിവസം കൂടെ നമുക്ക് മാർക്കറ്റിനെ വീക്ഷിച്ചെങ്കിൽ മാത്രമേ ഗതി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പം നിലവിൽ മാർക്കറ്റ് ഒരു കയ്യാലപ്പുറത്തിരിക്കുകയാണ്. ഓക്കെ, ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഒരു തേങ്ങ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഒരു തേങ്ങ ഇവിടെ ഇരിക്കുകയാണ്. ഈ തേങ്ങ എങ്ങോട്ട് മറിഞ്ഞ് വീഴും എന്ന് ഒരു പിടുത്തവുമില്ല. അത് നാളെ ഇന്നത്തെ രാത്രിയിലത്തെ മാർക്കറ്റ് US മാർക്കറ്റോടെ കഴിഞ്ഞ് കഴിയുമ്പോഴും ട്രംപ് അണ്ണൻ്റെ വായിൽ എന്തെങ്കിലും വീഴുവോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം, അത് മാത്രമല്ല ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ജെറോം പവൽ ആരാണ് ജെറോം പവൽ? യുഎസിൻ്റെ അവിടുത്തെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ, നമ്മുടെ ഭാഷ പറഞ്ഞ FOMC ചെയർമാൻ എന്ന് പറയും, ഫെഡ് റിസർവ് ചെയർപേഴ്സൺ. ഓക്കെ, ചെയർമാൻ, ഫെഡ് റിസർവിൻ്റെ ചെയർമാൻ, നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ എന്ന് പറഞ്ഞ പോലെ ജെറോം പവലിൻ്റെ ഒരു സ്പീച്ച് ഇന്നുണ്ടെന്ന് ഞാനിങ്ങനെ എവിടെയോ വായിച്ചു. ഓക്കെ, എന്തുവായിരുന്നു അതിൻ്റെ പേര് ഞാനങ്ങ് വിട്ടുപോയി. ഒരു ഹോളാണ്, ഒരു ബ്ലാക്ക് എന്തോ ഒരു ഞാൻ കറക്റ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടെന്ന് ഞാൻ എവിടെയോ ഇങ്ങനെ വായിച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പം പുള്ളി ഇനി എന്തെങ്കിലും ഡയലോഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അത് ഞാൻ കറക്റ്റ് ശരിക്കും എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ നോക്കിയില്ല. കറക്റ്റ് ഒരു സ്പീച്ചുണ്ട് എന്തായാലും. അപ്പം ഇന്ന് രാത്രി ട്രംപ് പറയുന്നതും ഈ ഫെഡ് ചെയർമാൻ്റെ ഡയലോഗും എല്ലാം കൂടെ ആകെ കൂട്ടുമ്പം എന്താണോ മാർക്കറ്റിൽ കിട്ടുന്നത് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ആശ്രയിച്ചിരിക്കും നാളെ മാർക്കറ്റ് ഗതി. അപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇവിടെ ഇരിക്കുകയാണ് ഈ സാധനം. അപ്പോൾ നമ്മൾ നോക്കുക എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത്, എങ്ങോട്ടാണോ വീഴുന്നത്. ആദ്യത്തെ ഏകദേശം ഞാൻ എൻ്റെ കണക്ക് പ്രകാരം ആദ്യത്തെ മാർക്കറ്റ് ഇതിന് ശേഷം ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ വന്നതിന് ശേഷം ഇതിന് താഴെ പോവുകയാണെങ്കിൽ ഇതിന് താഴെ ഒരു 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 947 താഴെ 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ ഫർദർ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ടെസ്റ്റ് ചെയ്യും 882 ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിന് താഴെ പോവുകയാണെങ്കിൽ മാത്രമേ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് താഴോട്ട് പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ തന്നെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് 25,000 ടെസ്റ്റ് ചെയ്ത് തിരിച്ച് വരുമോ, 25,000 ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നേരെ തിരിച്ച് മേലോട്ട് പോകുമോ എന്നൊക്കെയുള്ളത് നമ്മൾ നാളത്തെ ദിവസം കണ്ടുവരും. അപ്പോൾ നാളെ 25,000 25K വീണ്ടും നിർണായകമായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഇപ്പോൾ പല പ്രാവശ്യം 25K വളരെ നിർണായകമായിട്ട് കൊണ്ട് നടന്നു. അപ്പോൾ നമ്മൾ നാളെ ഇനി നമുക്ക് കറക്റ്റ് ഒന്നുകൂടെ 25,000 ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. 25,000 എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25,000 മുകളിലോട്ട് വരയ്ക്കണം ഇല്ലേ. 25,000 മുകളിൽ നമുക്ക് വരയില്ല ഇല്ലേ. അപ്പോൾ നമുക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം.
25,000 മുകളിൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. 25,000 മുകളിൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വര 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 ഇതൊരു വരയാണ്. ഇത് ഒരു വരയാണ്. ഏത് വര? 25,000 ഇതൊരു വരയാണ്. 25,050 കറക്റ്റായിട്ട്. അടുത്ത വരയെന്ന് പറയുന്നത് അടുത്ത വര ഇതാ. അടുത്ത വര എന്ന് പറയുന്നത് നോക്കിക്കോട്ടെ. അടുത്ത വര ഇതാണ് 25,115. ഓക്കെ. പഴയ വര നിങ്ങളുടെ പലരുടെയിലും എൻ്റെ പഴയ വര ഇരിപ്പുണ്ട്. അത് വെച്ച് നിങ്ങൾ മാച്ച് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ അത് വെച്ച് ട്രേഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ. അതിന് ശേഷമുള്ള വര ഇതാണ്. അതിന് ശേഷം ഉള്ള വര ഇതാണ് 25,181. തൽക്കാലം ഇത്രയും മതി. വേണം ഒരു വരയുടെ വരയ്ക്കാം. ഈ ഹൈ. ഓക്കെ. തൽക്കാലം ഇത്രയും വര മതി. ഈ വര നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അടുത്ത ദിവസങ്ങളിൽ ഇത് റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പോൾ 5 മിനിറ്റിലോട്ട് വരാം. ഓക്കെ. വരകളൊക്കെ കണ്ടല്ലോ. നിങ്ങൾ ഈ നോട്ട് ചെയ്ത് വെക്കുക. ഈ വരകളൊക്കെ 25,000, 25,000 മുകളിൽ 25, 050, 25,115, 25,181, 25,245. ഓക്കെ. ഇത്രയും വരകളുണ്ട്. അപ്പോൾ ഈ വരകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. താഴോട്ടുള്ള വരകൾ ഓൾറെഡി അവിടെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി വളരെ ശോകമാണ്. ബാങ്ക് നിഫ്റ്റി എങ്ങോട്ടും പോകാതെ അവിടെ തന്നെ കിടന്ന് കറങ്ങി കളിക്കുകയാണ്. ഓക്കെ. അപ്പം ഇത് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്ക് മാത്രമേ മാർക്കറ്റ് പോകത്തുള്ളൂ. കാരണം HDFC ഇന്ന് വളരെ ശോകമായിരുന്നു. HDFC. അപ്പം നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഓക്കെ. HDFC ഇവിടെ കുഴപ്പമുണ്ട് കണ്ടോ. ഇന്നും 12 പോയി. 1991 2000 താഴെ പോയി. അപ്പം എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ ട്രേഡിനെ പറ്റി ചിന്തിക്കുക. മിഡ് ക്യാപ്പും ഈ പറയുന്ന പോലെ തന്നെ നല്ലൊരു നമ്മുടെ സപ്പോർട്ടിൽ കറക്റ്റ് നമ്മുടെ കറക്റ്റ് നമ്മുടെ സപ്പോർട്ടിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് എങ്ങോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യണം എന്നുള്ളത്. നേരെ ഇനി ഇവിടെ സസ്റ്റെയിൻ ചെയ്ത് നേരെ മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിൽ നമുക്ക് മേലോട്ടുള്ള ട്രേഡുകൾ കിട്ടും. ഞാനിന്ന് പറഞ്ഞിരുന്നു ഏകദേശം ഇന്ന് നമുക്ക് ഇവിടെ നേരെ ഈ ഒരു ഡിപ്പ് വന്നതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് മേലോട്ട് കയറി നമ്മുടെ ലൈനിൽ എത്തിയില്ല. അതിന് മുന്നേ മാർക്കറ്റ് തിരിച്ച് കയറി നമ്മുടെ ലൈനിൽ കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ പോയി. നമ്മുടെ 12,917 ഇപ്പം നിലവിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത്. ഇവിടുന്ന് മേലോട്ട് പോകുമോ താഴോട്ട് പോകുന്നുള്ളൂ. നാളെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നിങ്ങൾ സ്വയമേ ചെയ്യുക. ജസ്റ്റ് ലൈൻ ഞാൻ തന്നൊന്നും മാത്രമേ ഉള്ളൂ. പഴയ ലൈനുകൾ തന്നെ, പുതിയ ലൈനുകളൊന്നും അവിടെ വരയ്ക്കാനില്ല. ഓക്കെ. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. നാളെ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ. പുതിയ ആൾക്കാരോടാണ് പറയുന്നത്. സൂക്ഷിച്ച് കണ്ട് പ്രൈസ് ആക്ഷൻ കറക്റ്റ് ഫോളോ ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.